ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളത് കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ബന്ധപ്പെടുത്തി സ്മാൾ പോക്സ് ആണ് നോക്കാൻ പോകുന്നത്. സ്മാൾ പോക്സ് നമ്മുടെ കെ പാർക്കിൻ്റെ പുസ്തകത്തിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആണല്ലേ സ്മാൾ പോക്സ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാനവരാശി ഏറ്റവും കൂടുതൽ ഭയന്നിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള അസുഖമാണ് സ്മാൾ പോക്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വസൂരി എന്നൊക്കെ പറയുന്ന അസുഖം. നമ്മുടെ ബിബോണിക് പ്ലേഗ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പല ഒരുപാട് അസുഖങ്ങൾ, ഒരു മില്യൺസ് ഓഫ് ഡെത്ത് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് പകർച്ചവ്യാധികളുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് എന്ത്? സ്മാൾ പോക്സ്. വളരെ സക്സസ്ഫുള്ളി ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, നാളെ ഇതുവരെ ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു അസുഖം കൂടിയാണ് എന്ത്? സ്മാൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ബേസിക്കിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ട് നമുക്ക് അതിനകത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമുക്ക് സ്മാൾ പോക്സും അതുപോലെ എന്താണ് ചിക്കൻ പോക്സ്, അല്ലെ, ചിക്കൻ പോക്സ് ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാം. പണ്ട് കാലത്ത് ചിക്കൻ പോക്സും സ്മാൾ പോക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് ഈ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. നമുക്ക് ആ കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കി പഠിക്കണം. അതിന് വേണ്ടിയിട്ട് സ്മാൾ പോക്സും ചിക്കൻ പോക്സും കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. സ്മാൾ പോക്സ്. ഓക്കെ, സ്മാൾ പോക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം എന്താണ്? വാരിയോളയാണ്, വാരിസെല്ല അല്ല. എന്താണ്? വാരിയോള, വാരിയോള, വേരിയോള, വേരിയോള. എങ്ങനെയാ പേര് പഠിക്കാം? വാരിസെല്ലയും വാരിയോളയുമായിട്ട് പലപ്പോഴും പലർക്കും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ട് പേരുകളാണ് വാരിയോളയും വാരിസെല്ലയും, അല്ലേ? അപ്പോൾ നമ്മുടെ എഡ്വാർഡ് ജെന്നറാണ് എന്ത്? ലോകത്തിൽ ആദ്യമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഏതിനു വേണ്ടിയിട്ടാണ്? ഏതാണ്? സ്മാൾ പോക്സിനെതിരെയുള്ള വാക്സിനേഷനാണ് ആര്? എഡ്വാർഡ് ജെന്നർ കണ്ടുപിടിച്ചത്. അപ്പോൾ എഡ്വാർഡ് ജെന്നർ ഈ വാക്സിനേഷൻ വാക്സിൻ കണ്ടുപിടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ബേസിക് ആയിട്ടുള്ള തോട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. ആ തോട്ട് വേറൊന്നുമല്ല, നമ്മുടെ മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് അല്ല, എന്താണ്? പശുവിനെ വളർത്തി ജീവിച്ചിരുന്ന ആൾക്കാരല്ലേ, സ്ത്രീകൾ, ആ ലേഡീസിന് അവർക്ക് കൗപോക്സ് പിടിപെട്ട ആൾക്കാരിൽ എന്ത് കാണപ്പെടുന്നില്ല? ഈ പറഞ്ഞ വസൂരി പിടിപെടുന്നില്ല എന്നൊരു കണ്ടെത്തലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടെത്തലിലേക്ക് വഴി തെളിച്ചതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? കൗപോക്സ് വന്ന മനുഷ്യർക്ക് എന്ത് വരുന്നില്ല? വസൂരി വരുന്നില്ല എന്നൊരു കണ്ടെത്തലായിരുന്നു പ്രധാനമായിട്ടും എഡ്വാർഡ് ജെന്നറിന്റെ തുടക്കത്തിലെ കണ്ടെത്തൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വാരിയോളൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അതാണ് ആദ്യം ചെയ്തത്. ശരീരത്തിൽ ചെറിയ മുറിപ്പാടുണ്ടാക്കിയിട്ട് കൗപോക്സിന്റെ ആ ഒരു ചലം, അല്ലെ, അല്ലെങ്കിൽ ആ സ്കാബിൽ നിന്ന് വരുന്ന സാധനമൊക്കെ എടുത്ത് പൂശിയിട്ട്, അതൊക്കെ പലതും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങളാണ്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനം വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അറിയാലോ, ലൈഫ് ടൈം ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുക, അല്ലേ? ലൈഫ് ടൈം ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് എവിടെ? സ്മാൾ പോക്സിൽ കിട്ടുക. അപ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലേ, എങ്ങനെ ഒരിക്കലും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിനെതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിനെതിരെ ഇനിയൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതിനെതിരെ ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകും എന്നുള്ള കണ്ടെത്തൽ. അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ്. 1700-കളിലാണ് കേട്ടോ, 1700-കളിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാരിയോളൈസേഷൻ വെച്ചിട്ട് നമുക്ക് ഈ വാരിയോള ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്? വാരിയോള വൈറസ്, അല്ലേ? വാരിയോള വൈറസ് നോക്കാം. സ്മാൾ പോക്സ് ഈസ് ആൻ അക്യൂട്ട് കണ്ടേജിയസ് ഡിസീസ് കോസ്ഡ് ബൈ ദ വാരിയോള വൈറസ്, എ മെമ്പർ ഓഫ് ദ ഓർത്തോപോക്സ് വൈറസ് ഫാമിലി, അല്ലേ? ഈ വൈറസിന്റെ ഫാമിലി നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് നമ്മുടെ എന്താണ്? വാരിയോള വൈറസിന്റെ ഫാമിലി വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? സ്മാൾ പോക്സിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിക്കാം. ഏതാടാ? വാരിയോള, അല്ലേ? ഏതാണ്? വാരിയോള, അല്ലേ? ഏതാണ്? വാരിയോള. മറന്നു പോകരുത്, ഇത് മാറിപ്പോകില്ല, കുഴപ്പമില്ല. വൈറസ് എല്ലാം വെച്ച് കൺഫ്യൂഷൻ ആവായിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതുപോലെ നോക്കാം. ഇതിന്റെ ഫാമിലി ഓർത്തോപോക്സ് വൈറസ് ഫാമിലി പെടുന്ന എന്താണ്? ഒരു വൈറസ് ആണെന്നുള്ള കാര്യം കൂടെയാണ് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇവിടെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനല്ല, ജസ്റ്റ് കേട്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഡിസീസ് നോൺ ടു ഹ്യൂമാനിറ്റി, അല്ലെ? നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ്? മാനവിക ചരിത്രത്തിന്റെ അറിയുന്ന ആ ഒരു, അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽക്കേ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? വാരിയോളയാണ്, അല്ലേ? വാരിയോളയാണ്. മില്യൺസ് ഓഫ് ഡെത്ത്, അല്ലേ? അതുപോലെ ഇതെന്താണ്? ഇപ്പോൾ നിലവിൽ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ടു ബി എക്സിസ്റ്റഡ് അറ്റ്ലീസ്റ്റ് 3000 years, അല്ലേ? 3000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ. 3000 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 2000 നമ്മൾ ക്രിസ്തു വർഷം, അല്ലേ? AD ആരംഭിക്കുന്നതാണ്. ക്രിസ്തു വർഷം അവസാനിച്ച് BC അവസാനിച്ചിട്ട് ഇപ്പോൾ 2024 ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അതിനും, അല്ലേ, എന്താണ്? BC 1000, അല്ലേ? ആ സമയത്തൊക്കെ എന്താണ്? ആ സമയത്ത് പോലും വാരിയോളയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് മറക്കണ്ട, നോക്കാം എത്രയാണ്? 12 days ആണ് സാധാരണ. 7 മുതൽ 17 ദിവസമാണ് എന്ത്? അതിൻ്റെ ഒരു ആവറേജ് റേഞ്ച് കേട്ടോ. ഇത് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓർത്തിരിക്കണം? ഇൻക്യുബേഷൻ പീരീഡ് ഓർത്തിരിക്കണം. എങ്ങനെ? 12 days, അല്ലേ? 12 days. ഇതിന് വലിയ പ്രാധാന്യമില്ല, കാരണം ഇപ്പോൾ ഇല്ലാത്ത അസുഖമാണ്.
എന്നാൽ കൂടിയും ഒരു ചോദ്യം ചോദിച്ചുകൂടുകയില്ല. അതുപോലെ എത്ര 7 മുതൽ 17 ദിവസമാണ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 7 മുതൽ 17 ദിവസമാണ്. 12 എത്ര കുറച്ചടാ, എത്ര കുറച്ച് 5 കുറച്ച് 12 5 കൂട്ടി 7 അല്ലേ, അങ്ങനെ 7 മുതൽ 17 ദിവസമാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയത് അടിസ്ഥാനപരമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? വാരിയോള വൈറസ് ആണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? സ്മാൾ പോക്സിന് കാരണമായിട്ട് വരുന്നത്. അതുപോലെ വാരിയോള വൈറസ് ബിലോങ്സ് ടു ദ ഫാമിലി ഓർത്തോപോക്സ് വൈറസ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 12 days ആണ്. റേഞ്ച് എങ്ങനെ? 7 മുതൽ 17 ദിവസം വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു ചിത്രം മനസ്സിൽ എപ്പോഴും കണ്ടിരിക്കണം കേട്ടോ. കാരണം മിക്കവാറും നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്തിൻ്റെ? നമ്മുടെ റാഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. എപ്പോഴും നമ്മളിത് വസൂരിയാണെന്നോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ആണെന്നോ അറിയുന്നത് എപ്പോഴാണ്? പനി വരുമ്പോഴാണോ? അല്ല, പനി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്? കുരു പൊങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് പ്രശ്നമാണ്, ഇത് ഇന്ന അസുഖമാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ നമ്മളൊന്നും സ്മാൾ പോക്സ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അല്ലേ, അനുഭവിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ. നമ്മളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കുരുകുത്തി പിള്ള വരുമ്പോഴത്തേക്കും പിള്ളേർ ഓടുന്നെന്ന് പറഞ്ഞ കഥ അച്ഛനും അച്ഛാമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഈ കുരുകുത്തി എന്ന് പറഞ്ഞ പേരൊന്നുമല്ല, കുരു എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പറയുന്നത് കുരു അല്ലെങ്കിൽ ദേവിയുടെ കോപം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് വെച്ച് നാടൻ പാട്ടുകളൊക്കെ ഉണ്ട് പണ്ട്, അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിനെതിരെയുള്ള ഇഞ്ചക്ഷനെ അല്ലെങ്കിൽ വാക്സിനേഷനെ അവർ കുരുകുത്തൽ എന്നാണ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മാസ് വാക്സിനേഷൻ ക്യാമ്പയിനൊക്കെ ആ സമയത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കുട്ടിക്കാലത്ത് മാസ് വാക്സിനേഷൻ ക്യാമ്പയിനെല്ലാം നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വാട്ടെവർ നമ്മൾ ഈ പറഞ്ഞു വന്നെന്താണ്? റാഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ, ഈ പറഞ്ഞ റാഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് ഏതാണെന്നുള്ള കാര്യം. അത് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് എന്ത് പറയുന്നത്? സ്മാൾ പോക്സ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. എന്താണ്? സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ? എന്താ സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ? ഒരു വൃത്തം അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളമുണ്ട്, വെള്ളം ഇങ്ങനെ കലക്കുകയാണ്. അപ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ കറങ്ങുമല്ലോ, കറങ്ങി സെൻട്രിഫ്യൂഗൽ. ആ ഒരു കറക്കത്തിനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കറക്കം വരുമ്പോൾ എന്ത് സംഭവിക്കൂടാ? ഈ വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൻ്റെ അരികുകളിലേക്ക് പോകില്ലേ, അത്രയേ ഉള്ളൂ. അരികകളിൽ നിന്ന് തുടങ്ങും, സെൻട്രിഫ്യൂഗലി തുടങ്ങും. കയ്യിലും അതുപോലെ ശരിക്കും മുഖത്തും കൈകളിലാണ് ആദ്യം കണ്ടുവരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാദങ്ങളിൽ, പിന്നെ ട്രങ്കിലേക്കെല്ലാം ബാധിക്കും. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? സ്മാൾ പോക്സിലുള്ളത്. അതേസമയം ചിക്കൻ ബോക്സിൽ എന്താണ്? സെൻട്രിപെറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. എന്തിൻ്റെ? റാഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ചിക്കൻ ബോക്സ് വരുമ്പോൾ സെൻട്രിപെറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ എന്താ സ്മാൾ പോക്സ്? ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ്. എന്താണ്? ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. കാരണം എന്താ? അതിന് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഉണ്ട്, അതുപോലെ കണ്ടേജിയസ് ഡിസീസ് കൂടിയാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. എന്താണ്? ആൻ അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ വാരിയോള വൈറസ് ആൻഡ് ക്ലിനിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ എ സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ. പെട്ടെന്ന് പനിക്കുക, പെട്ടെന്ന് വെട്ടിത്തിളയ്ക്കുന്ന പോലെ പനിക്കുക, അല്ലേ. അതുപോലെ ഹെഡ് ഏക്ക്, തലവേദന, അതുപോലെ ബാക്ക് ഏക്ക്, അതുപോലെ വോമിറ്റിംഗ് ആൻഡ് സംടൈംസ് കൺവൾഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള പനിയുടെയൊക്കെ ഏകദേശ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. തലവേദനയും അതുപോലെ നടുവേദനയും മുഴുവേദനയൊക്കെ നമുക്ക് ഉണ്ടാവും. ചില സമയത്ത് ഛർദി ഉണ്ടാവും. കൺവൾഷൻസും കുട്ടികളിൽ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. സംടൈംസ് കുട്ടികളിൽ കൺവൾഷൻസ് കണ്ടുവരുന്നുണ്ട്. ഇത് മറന്നു പോകില്ല കേട്ടോ, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കാരണം സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കാരണം ബാക്കിയെല്ലാം കോമൺ ആണെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഓൺ ദ തേർഡ് ഡേ ഓഫ് ഫീവർ എ ടിപ്പിക്കൽ റാഷ് അപ്പിയേഴ്സ്. കണ്ടോ, ഇതാണ് പനിച്ചു 3-ാം നാള് കുരു പൊന്തു എന്നാണ് പണ്ട് പറയുന്നത്, അല്ലേ. 3-ാം നാളെന്ത്? കയ്യിലും അതുപോലെ മുഖത്തുമെല്ലാം എന്ത്? ടിപ്പിക്കൽ റാഷ് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, അല്ലേ. അത് നോക്കാം. വിച്ച് ഈസ് സെൻട്രിഫ്യൂഗൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. സെൻട്രിഫ്യൂഗൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, എവിടെയൊക്കെയാണ്? കൈകളിലും മുഖത്തുമാണ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. പിന്നെ കാലുകളുടെ പാദങ്ങളിൽ, പിന്നെ നടുക്കോട്ട് പതുക്കെ പതുക്കെ വ്യാപിക്കും. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇങ്ങനെ നമ്മൾ ഇപ്പോഴെവിടെയെങ്കിലും കണ്ടുവന്നാലും നമുക്ക് ഉറപ്പിക്കാം, അപ്പം തന്നെ നമ്മൾ അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. വരാൻ സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെയ്തു തന്നെയാണ്. കാര്യം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കാരണം എന്താണ്? നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ് സ്മാൾ പോക്സ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓൺ ദ തേർഡ് ഡേ, അല്ലേ, 3-ാം ദിവസമാണ് എന്ത് കാണപ്പെടുന്നത്? ഫീവർ, അല്ലേ, സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ. അതുപോലെ ടിപ്പിക്കൽ റാഷ് എവിടെ കാണപ്പെടുന്നു? സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. ആൻഡ് പാസസ് ത്രൂ ദ സക്സസീവ് സ്റ്റേജസ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ് വിത്ത് സബ്സിക്വന്റ് സ്കാറിങ്. എന്തൊക്കെയായി വരുന്നത്?
ആദ്യം നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് നമ്മളെന്ന് വിളിക്കുന്നത്, ഇതിനെന്ന് വിളിക്കുന്നത് മാക്യൂൾ എന്ന് വിളിക്കും. മാക്യൂൾ അല്ലേ, മാക്യൂൾ ഒരു എന്താണ്, ഒരു റാഷ് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു ഭാഗം, അവിടെ കളർ ചേഞ്ച് എല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, അവിടെ ഒരു പാപ്യൂൾ രൂപപ്പെടും. പാപ്യൂൾ പസ്റ്റ്യൂളുമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. പാപ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മുഖത്ത് തന്നെ അല്ലേ, അവിടെ റാഷ് വന്നു, റാഷിന്റെ മുകളിൽ എന്ത് ചെയ്തു, മുഖക്കുരു പോലെ അല്ലേ, എന്താണ് പാപ്യൂൾ, അവിടെ ഉയർന്ന ഭാഗം നമുക്ക് സ്കിന്നിൽ കാണാൻ പറ്റും പാപ്യൂൾ. അത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, വെസിക്കിൾ ആയിട്ട് മാറും. ആക്ച്വലി ഇത് എന്തിന്റെ വെസിക്കിൾ അല്ല, നമ്മുടെ സ്മാൾ പോക്സ് വെസിക്കിൾ അല്ല. സ്മാൾ പോക്സ് വെസിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡീപ് സീറ്റഡ് ആയിരിക്കും. ഇതുപോലെ അത്രയും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെസിക്കിൾ അല്ല. നിങ്ങൾ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടതാണ് അല്ലേ, ഇത് അങ്ങനെയുള്ള വെസിക്കിൾ അല്ല. എന്നാൽ വെസിക്കിൾ എന്താണെന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ. ആ ഒരു ഓർഡർ ഒരിക്കലും മറന്നു പോകരുതേ. മാക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു റാഷ് വന്നോ അല്ലെ, ഒരു കളർ ചേഞ്ച് വന്നു. പാപ്യൂൾ ചെറുതായിട്ട് പൊന്തി വന്നോ. വെസിക്കിൾ എന്ന് പറയാൻ നമുക്ക് കുറച്ച് ഓർമ്മയുണ്ടാവും. എന്താണ്, അതിനകത്ത് എന്തോ ജലമൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ, ഒരു കുമിള പോലെ പൊന്തിച്ചു വന്നോ. അത് കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറും മക്കളെ, അത് പസ്റ്റ്യൂൾ ആയിട്ട് മാറും. ഇതും എക്സാക്ട്ലി നമ്മുടെ ഏതിന്റെ പസ്റ്റ്യൂൾ അല്ല, നമ്മുടെ സ്മാൾ പോക്സിന്റെ പസ്റ്റ്യൂൾ അല്ലേ, എന്നാലും പസ്റ്റ്യൂൾ വിൽ ബി ലുക്ക് ലൈക്ക് ദിസ് അല്ലേ, അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് സ്കാബ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇതും ഇതിന്റെ സ്കാബ് അല്ല, ഞാൻ സ്കാബ് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. കാരണം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് പിക്ചറുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള കാരണം അല്ലേ, ഒരുപാട് കാലം മുന്നേ തന്നെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട അസുഖമാണ് അല്ലേ. നമുക്കിത് നിങ്ങളൊന്ന് കണ്ട് ആ ഫസ്റ്റ് സ്ലൈഡിലെ ആ ഒരു ചിത്രം നിങ്ങളൊന്ന് കണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് സ്ലൈഡിന്റെ ചിത്രം നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇതാണ് ടിപ്പിക്കൽ റാഷ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അംബലിക്കേറ്റഡ് റാഷാണ്. അതായത് നടുക്ക് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള റാഷ് ആയിരിക്കും വരുന്നത്. കൈകളിൽ ഡീപ്പ് സീറ്റഡ് റാഷ്, കണ്ടില്ലേ, ഡീപ്പ് സീറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പറിച്ചു കളയാനൊന്നും പറ്റത്തില്ല. അതായത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ പറഞ്ഞ സാധനം വരുന്നത്. നല്ല കട്ടിയായിട്ടാണ് എന്ത് വരുന്നത്, ഈ റാഷസ് വരുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് ചിക്കൻ ബോക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഡ്യൂ ഡ്രോപ്സ് ലൈക്കാണ് ചിക്കൻ ബോക്സിന്റെ റാഷ് വരുന്നത്. ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടെ ഡീപ്പ് സീറ്റഡ് റാഷസ് ആയിരിക്കും. മാത്രമല്ല അംബിലിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ എന്തിനുണ്ട്, സ്മാൾ പോക്സിന്റെ റാഷനുണ്ട് കേട്ടോ. ഓക്കെ, ഈ ചിത്രമാണ് നമ്മൾ മനസ്സിലെപ്പോഴും വേണ്ടത്. ഓക്കെ, അത് ഓരോരോ പ്രത്യേകതകൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ള കാര്യം. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതും കൂടെ പഠിച്ചു. എന്താണ്, തേർഡ് ഡേയിലെ മൂന്നാമത്തെ ദിവസമാണ് എന്ത് വരുന്നത്, റാഷ് കാണപ്പെടുന്നത്. അത് എങ്ങനെയുള്ളതായിരിക്കും, സെൻട്രിഫ്യൂഗൽ ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. കാര്യം എന്താ, കൈകളിലും മുഖത്തുമാണ് ആദ്യം വരുന്നത് അല്ലെ. ഇങ്ങനെ വെച്ചാൽ സെൻട്രിഫ്യൂഗൽ അല്ലെ, വൃത്തത്തിന്റെ പുറമേ ഉള്ള ഭാഗങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ. അതുപോലെ എന്താണ്, അത് ഏതിലൂടെ കടന്നു പോകടാ, ത്രൂ ദ സക്സസീവ് സ്റ്റേജസ് ഓഫ് മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ്. അത്രയേ ഉള്ളൂ. എന്താണ്, മാക്യൂൾ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു റാഷ്, അത് കഴിഞ്ഞ് പാപ്യൂൾ ചെറിയൊരു പൊന്തല് അല്ലേ. അത്രയേ ഉള്ളൂ. മാക്യൂൾ ചെറിയ റാഷ്, പാപ്യൂൾ ചെറിയ പൊന്തല് അല്ലെ, പാപ്യൂൾ ചെറിയൊരു പൊന്തല്. ഓർത്തു. അതുപോലെ വെസിക്കിൾ ആണെന്ന് നമുക്ക് അറിയാം. എന്താണ് വെസിക്കിൾ എന്ന് പറയുമ്പോൾ വെള്ളം നിറഞ്ഞു. പസ്റ്റ്യൂളും മറക്കില്ല. അത് കഴിഞ്ഞ് എന്താണ്, പസ് അല്ലെ, പഴുപ്പ് നിറഞ്ഞ് പസ്റ്റ്യൂൾ ആയിട്ട് മാറും. അത് കഴിഞ്ഞ് സ്കാബ് ആയിട്ട് മാറും. പിന്നെ അത് എന്താണ്, സ്കാർ ആയിട്ട് മാറും. അവസാനം ഒരു സ്കാബ് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊരിക്കയായിട്ട് മാറും. അത് കഴിഞ്ഞ് സ്കാർ ആയിട്ട് മാറും. 30% എന്ത്, മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. എത്രയാണ്, 30% മോർട്ടാലിറ്റി. ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷപ്പെടും. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടോ, 10ൽ 3 പേര് മരിച്ചു പോകും. അത്രയ്ക്ക് സിവിയർ ആണ്. അല്ലെങ്കിൽ തന്നെ രക്ഷപ്പെട്ടാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താ, നമ്മുടെ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പുറത്ത് മാത്രമല്ല, മൂക്കിനകത്തൊക്കെ ഈ പറഞ്ഞ റാഷസ് വരാറുണ്ടെന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അവസാനം എന്തായിട്ട് മാറും മക്കളെ, സ്കാർ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓർഡർ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഒന്ന് ഉറച്ചു പറഞ്ഞേ. മാക്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, പസ്റ്റ്യൂൾ ആൻഡ് സ്കാബ്, പിന്നെ സബ്സിക്വന്റ് സ്കാർ. അവസാനം ഒരു സ്കാർ, വസൂരിക്കൽ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ, അത് തന്നെ വലിയ കുഴി പോലെയുള്ള ആ ഒരു സ്കാർ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഡീപ്പ് സീറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്കാർ എപ്പോഴും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്കാറുകളാണ് പണ്ട് ഈ ശരിക്കും വസൂരി വന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്മാൾ പോക്സ് വന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പണ്ട് വസൂരി വന്ന ആൾക്കാർക്ക് മുഖത്തൊക്കെ വസൂരിക്കല കാണും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും. അപ്പോൾ എന്തൊക്കെ പ്രധാനം നോക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എഡ്വാർഡ് ജെന്നറെ കുറിച്ച് പഠിച്ചു പോകണം. ആരാണ് എഡ്വാർഡ് ജെന്നർ? എഡ്വാർഡ് ജെന്നർ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ സക്സസ്ഫുൾ വാക്സിനേഷൻ അല്ലെ വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ്. ദ സ്മാൾ പോക്സ് വാക്സിൻ ക്രിയേറ്റഡ് ബൈ എഡ്വാർഡ് ജെന്നർ ഇൻ 1976. കണ്ടോ, 700-കളിലാണ് അല്ലേ. അതുപോലെ നോക്കുക, ദിസ് വാസ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ വാക്സിൻ ടു ബി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള വാക്സിൻ ആയിരുന്നു എന്ത്, സ്മാൾ പോക്സ് വാക്സിൻ എന്ന് പറയുന്നത്. കണ്ടെത്തിയ ആരാടാ, എഡ്വാർഡ് ജെന്നർ. വാക്സിനേഷനൊക്കെ എതിരെ ഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും കേട്ടു വെച്ചോ മക്കളെ. കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ മൂലം നമ്മുടെ ഭൂമുഖത്ത് നിന്ന് ഒരു പകർച്ചവ്യാധി തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സത്യമാണ്.
കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളുടെ അടുത്ത് വാക്സിനേഷനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. വാക്സിനെതിരെ ഇങ്ങനെ വാക്സിൻ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോവിഡിൻ്റെ വാക്സിൻ വെച്ച ആൾക്കാർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നു, അവർ തന്നെ അത് പറയുന്നു, അങ്ങനെ സൈഡ് എഫക്റ്റ്. ഇതൊന്നും അല്ല മക്കളെ. വാക്സിനേഷന് അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്. കാര്യം കൃത്യമായിട്ട് ഒരുപാട് മേഖലകൾ, പ്രത്യേകിച്ച് പോളിയോ അല്ലെ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട്, നമ്മുടെ ആ ഒരു ഏരിയയിൽ ആ ഒരു ടൈമിൽ അങ്ങനെ പോളിയോ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചേട്ടന്മാരുടെയൊക്കെ സമയത്ത് സ്കൂളിൽ ഓരോ ക്ലാസ്സിൽ 1 or 2 എങ്കിലും പോളിയോ ബാധിച്ചിട്ട് കാല് തേമ്പിയ അല്ലെങ്കിൽ കൈ സൈഡായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അത്രയ്ക്ക് സിവിയർ ആയിരുന്നു പണ്ട് കാലത്ത് പോളിയോയുടെ ഒരു പ്രശ്നം അല്ലേ, പോളിയോ ബാധിച്ചൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൾസ് പോളിയോ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത്രയും വലിയ ചേഞ്ചസ് ആണ് വാക്സിനേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ്? എഡ്വാർഡ് ജെന്നർ. 1796 അല്ലേ, 1796 1796 മറന്നു പോകരുത്. അതുപോലെ 1967 WHO ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. WHO began an intensified worldwide campaign to eradicate smallpox based on the technique of surveillance and containment. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും WHO മുന്നോട്ട് വെച്ച ആശയം കൃത്യമായ സർവൈലൻസും കണ്ടെയ്ൻമെന്റും എന്ന് പറയുന്ന ആശയമായിരുന്നു. അപ്പോൾ ചോദിക്കും, വാക്സിനേഷൻ ഇല്ലായിരുന്നോ എന്ന്? ഉണ്ടായിരുന്നു. മാസ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബേസ്ഡ് ഓൺ ദ ടെക്നിക്ക് ഓഫ് സർവൈലൻസ് ആൻഡ് കണ്ടെയ്ൻമെന്റ് എന്ന ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. എവിടെയൊക്കെ അസുഖം വരുന്നോ അവിടെയൊക്കെ എന്താണ്, ആ കണ്ടെയ്ൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് പുറത്തേക്കുള്ള യാത്രയും ഒക്കെ തടഞ്ഞുകൊണ്ട്, അവിടെ നിന്നുള്ള പകർച്ച തടഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇറാഡിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ വാക്സിനേഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? നമുക്ക് കാരിയർ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അസുഖം പകർത്താൻ പറ്റത്തില്ല. അതുപോലെ ഒരിക്കൽ അസുഖം വന്ന് രക്ഷപ്പെട്ടാൽ അവൻ ലൈഫ് ലോങ് ഇമ്മ്യൂണായി. അവനെ എന്ത് ചെയ്യാം? പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മമാരൊക്കെ, അതായത് കുരു വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കുരു വന്ന് ഭേദമായ ആളായിരിക്കും അവിടെ എന്തിനു നിൽക്കുക? ചികിത്സയ്ക്ക് നിൽക്കുക. അല്ലെങ്കിൽ അവരെ ചികിത്സയൊന്നുമില്ല കേട്ടോ, പണ്ട് ചികിത്സയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ആഹാരവും കൊടുക്കുക, അവരെ വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചായ്പിലേക്കൊക്കെ മാറ്റി അവിടെ ഇട്ട് ശുശ്രൂഷിക്കുക എന്നുള്ളതായിരുന്നു പണ്ട് കാലത്ത് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ സബ്സൈഡ് ആവും, അങ്ങ് പോകും. സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചിലപ്പോൾ ചത്തുപോകും അല്ലേ, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും സിവിയർ ആയിരുന്നു ഈ സംഗതി എന്ന് പറയാം. അപ്പോൾ എന്താ, ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഒരിക്കൽ സർവൈവേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്കിനി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് 1967 WHO എന്ത് ചെയ്തു? ഒരു ഇന്റൻസിഫൈഡ് വേൾഡ് വൈഡ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, എന്തിനാ? ടു ഇറാഡിക്കേറ്റ് സ്മാൾ പോക്സ് ബേസ്ഡ് ഓൺ ദ ടെക്നിക് ഓഫ് സർവൈലൻസ് ആൻഡ് കണ്ടെയ്ൻമെന്റ്. പ്രധാനപ്പെട്ട ടെക്നിക്സ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ട് ഉപയോഗിച്ച ടെക്നിക്സ് എന്തൊക്കെയായിരുന്നു മക്കളെ? സർവൈലൻസും കണ്ടെയ്ൻമെന്റും ആയിരുന്നു. അതിനോടൊപ്പം എന്തുണ്ടായിരുന്നു? വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ലാസ്റ്റ് നോൺ കേസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിലെ അവസാനത്തെ അറിയപ്പെടുന്ന കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1975 24 മെയ്യിലാണ്. 1975 24 മെയ്യിലാണ് ലാസ്റ്റ് നോൺ കേസ് ഇൻ ഇന്ത്യ സംഭവിക്കുന്നത്. അതുപോലെ ഇന്ത്യയെ സ്മാൾ പോക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? അതും ഈ സെയിം വർഷമാണ്. മെയ് കഴിഞ്ഞ് ജൂലൈ 5 ജൂലൈ 1975 ഇന്ത്യയെ സ്മാൾ പോക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ സ്മാൾ പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് എഡ്വാർഡ് ജെന്നറിന്റെ പേര് മറന്നു പോകാൻ പാടില്ല. 1796 വാക്സിനേഷൻ കണ്ടുപിടിച്ചു അല്ലേ, വാക്സിൻ കണ്ടുപിടിച്ചു. എന്തിനെതിരെ? സ്മാൾ പോക്സിനെതിരെയുള്ള. അതുപോലെ ലാസ്റ്റ് നോൺ കേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ കേസ് എന്താണ്? 24 മെയ് 1975 ജൂലൈ മാസം 5 ആയപ്പോൾ ഇന്ത്യയെ എന്തായിട്ട് സ്മാൾ പോക്സ് ഫ്രീ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ ഇത് എന്തിന്റെ ഭാഗമായിട്ട്? 1967 WHO സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ സർവൈലൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സർവൈലൻസിന്റെയും അതുപോലെ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്ന 2 ടെക്നിക്കുകളിലൂടെയാണ് നമ്മുടെ ഈ പറഞ്ഞ വേൾഡ് വൈഡ് ഇറാഡിക്കേഷൻ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ കഴിഞ്ഞില്ല, ഇറാഡിക്കേഷൻ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ്? ലാസ്റ്റ് നോൺ നാച്ചുറൽ കേസാ. അതെവിടെയാ? സൊമാലിയയിലാണ് മക്കളെ. എവിടെയാണ്? സൊമാലിയ. 1977 സൊമാലിയയിലാണ് അവസാനത്തെ നാച്ചുറൽ നോൺ കേസ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ ഇറാഡിക്കേഷൻ നമുക്ക് നോക്കാം. 1977 തന്നെ സ്മാൾ പോക്സ് വാസ് കൺഫേംഡ് ടു ബി ഇറാഡിക്കേഷൻ ബൈ ആൻ ഇന്റർനാഷണൽ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം മറന്നു പോകരുത്. ഇത് WHO പ്രഖ്യാപിക്കുന്നത് 1980 കേട്ടോ. 1980 മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം വന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ദ വേൾഡ് ഹെൽത്ത് അസംബ്ലി കൺഫേംഡ് ദ ഗ്ലോബൽ ഇറാഡിക്കേഷൻ ഓഫ് സ്മാൾ പോക്സ് ഇൻ മെയ് 1980. ഇത് മറന്നു പോകും, ഇതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മെയ് 1980 ഇത് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ലാസ്റ്റ് നോൺ കേസ് അല്ലേ, നാച്ചുറൽ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ 1977. ഇപ്പോഴും നമ്മുടെ ലബോറട്ടറികളിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്, ബയോ സാമ്പിളായിട്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു എമർജൻസി വന്നുകൂടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ എന്തായാലും സൊമാലിയയിൽ ആണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള നാച്ചുറൽ നോൺ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും 1977 സൊമാലിയയിലാണ്. 1980 മെയ് 1980 എന്താ ഔദ്യോഗികമായിട്ട് വേൾഡ് ഹെൽത്ത് അസംബ്ലി നമ്മുടെ ഈ പറഞ്ഞ ഇറാഡിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു അനൗൺസ്മെന്റ് വരുന്നത് 1980. ഞാൻ 1987 ജനിച്ചു. 7 വർഷം മുന്നേ അല്ലേ, ഞാൻ ജനിക്കുന്നതിന് 7 വർഷം മുന്നേ ലോകം നമ്മുടെ സ്മാൾ പോക്സിൽ നിന്നും ഫ്രീ ആയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണോ ഓർത്ത് വയ്ക്കാം, വർഷങ്ങൾ ഓർത്ത് വയ്ക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് എന്തെങ്കിലും ഇതുപോലെ കുഞ്ഞു ടെക്നിക്സ് വെച്ച് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമ്മുടെ കേസ് ഡെഫിനിഷൻ. ഒരു കേസ് നമ്മൾ കണ്ടു, ആ കേസ് എങ്ങനെ നമുക്കിത് തീരുമാനിക്കാൻ പറ്റും, ഇത് ഇതിൻ്റെ സാധനമാണോ എന്നുള്ള കാര്യം അതെങ്ങനെ തീരുമാനിക്കാൻ പറ്റും നോക്കാം. ഒരു ഫിസിഷ്യൻ്റെ മുന്നിൽ കേസ് വരെയാണ് നോക്കാം. ആൻ ഇൻഡിവിജ്വൽ ഓഫ് എനി ഏജ് presenting with acute onset of fever, പെട്ടെന്നുള്ള പനി. എന്താണ് പെട്ടെന്നുള്ള പനി? acute onset of fever നോക്കാം എങ്ങനെ 38.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 101 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ശ്രദ്ധിക്കൂ. മലേസ്, നല്ല ക്ഷീണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നിനും വയ്യടേ എന്ന് നമ്മളിങ്ങനെ ഇരിക്കില്ല, അതാണ് ക്ഷീണം. അതുപോലെ സിവിയർ മലേസ്, അതുപോലെ എന്താണ് സിവിയർ പ്രോസ്ട്രേഷൻ എന്താ, ഒരു മനുഷ്യൻ ഇങ്ങനെ കമന്നടിച്ച് കിടക്കുന്നു, ഒട്ടും വയ്യ, മനസ്സിലായല്ലേ, ഒട്ടും വയ്യ. നമ്മൾ കമന്നടിച്ച് ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഫേസ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതിനാണ് നമ്മൾ എന്താണ് പ്രോസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ തലവേദന, കൃത്യമായ തലവേദന, നടുവേദന അല്ലേ. നോക്കാം, ഒക്കറിങ് 2 to 4 days ബിഫോർ ഓൺസെറ്റ് ഓഫ് റാഷ്. നേരത്തെ പറഞ്ഞ 3ാമത്തെ ദിവസമാണ് കുരു പൊന്തുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കാം, 2 മുതൽ 4 ദിവസം മുന്നേ വരെ അല്ലേ. അതിനോടൊപ്പം എന്തുണ്ടാവും മക്കളെ? മാക്യുലോ പാപ്പുലാർ റാഷ്. നോക്ക്, ഞാൻ ആദ്യം മാക്യൂളാവും, പിന്നെ പാപ്യൂളാവും, പിന്നെ എന്താവും വെസിക്കിളാവും, പിന്നെ പസ്റ്റ്യൂളാവും. ആ ചിത്രം ഇങ്ങനെ മനസ്സിൽ ഓർത്താൽ മതി. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? സ്കാബ് ആവും, പിന്നെ റാഷ് ആവും അല്ലേ. അതാണ്. അപ്പൊ നോക്ക്, എന്താ മാക്യുലോ പാപ്പുലാർ റാഷ് സ്റ്റാർട്ടിങ് ഓൺ ദ face and forearms, then spreading to the trunk and legs. കണ്ടോ? and evolving within 48 hours to deep seated. കണ്ടോ? നല്ല കട്ടിയായിട്ട് മാറും, നല്ല ഡീപ് സീറ്റഡ് ആയിട്ട് മാറും. ഫോം ആയിരിക്കും, അത്യാവശ്യം ഹാർഡ് ആവും, അതുപോലെ വെൽ റൗണ്ടഡ്, വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വെസിക്കിൾസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് 3ാം ദിവസം മാക്യുലോ പാപ്പുലാർ റാഷ് ഉണ്ടാകും. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? കൈകളിൽ നിന്നും മുഖങ്ങളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതുപോലെ എന്താണ്, പിന്നെ അതെങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും? ട്രങ്കിലേക്കും ലെഗ്സിലേക്കും സ്പ്രെഡ് ചെയ്യും. കാലുകളുടെ മുകളിലെ കാലിലേക്കും ട്രങ്കിലേക്കും സ്പ്രെഡ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ മാക്യുലോ പാപ്പുലാർ റാഷ് വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂറിൽ എന്താവത്? ഒരു ഡീപ് സീറ്റഡ്, ഹാർഡ്, റൗണ്ട്, വെൽ സർക്കംസ്ക്രൈബ്ഡ് വെസിക്കിൾ ആയിട്ട് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എങ്ങനെ ഒരു വെസിക്കിൾ എങ്ങനെ പുറമേ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് കാണുന്ന വെസിക്കിൾ അല്ല, അത്യാവശ്യം ഡീപ് സീറ്റഡ് ആയിട്ടുള്ള നല്ല ഉറച്ച വെസിക്കിൾ ആയിട്ട് മാറും അല്ലേ. നല്ല ഹാർഡ് ആയിട്ടുള്ള നല്ല കട്ടി റൗണ്ടിനുള്ള എന്തായിട്ട് മാറും? വെസിക്കിൾസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം എന്തായിട്ട് മാറും? പസ്റ്റ്യൂൾ ആയിട്ട് മാറും അല്ലേ. പസ്റ്റ്യൂൾ ആയിട്ട് മാറും, വിച്ച് മേ ബിക്കം അംബിലിക്കേറ്റഡ് ഓർ കോൺഫ്ലുവന്റ്. നമുക്ക് അംബിലിക്കേറ്റഡ് എന്ന് പറയുന്ന തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നു. എന്താണ് ഇത്രയേ ഉള്ളൂ. അംബിലിക്കസ് എന്നാണ് നമ്മുടെ പൊക്കിൾക്കൊടി അല്ലേ. അപ്പോൾ നേവൽ എന്ന പൊക്കിൾക്കൊടി നമുക്ക് അറ്റാച്ച്ഡ് ആയിരുന്ന ഭാഗമാണ്. ഒരു നേവൽ പോലെ കണ്ടാൽ തോന്നും എന്നുള്ളതാണ്. ആ റാഷ് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, നടുക്ക് കുഴിഞ്ഞിട്ട് നമുക്ക് നേവൽ പോലെ തോന്നിയില്ലേ, അത്രയേ ഉള്ളൂ, അങ്ങനെ തോന്നും. അതുപോലെ കോൺഫ്ലുവൻ്റ് ആയിരിക്കും. കോൺഫ്ലുവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിലധികം എന്നുണ്ടായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ അറകളുള്ളതുപോലെ കൂടിച്ചേർന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ അത് ഒറ്റ റാഷായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നില്ല, ഒന്നിലധികം റാഷ് ഇങ്ങനെ അടുത്തടുത്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിനകത്ത് ഒന്നിലധികം അറകൾ അകത്തുണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിനോടൊപ്പം നോക്ക്, ആൻഡ് ലീഷൻസ് അറ്റ് ദ സെയിം ഏജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. ശ്രദ്ധിക്കണം, പുതിയ ലീഷൻസ് ഉണ്ടായി വരുന്നത് താരതമ്യേന പിന്നെ കുറവായിരിക്കും. അതായത് അടുത്ത ഒരു റൗണ്ട്, ഇന്നൊരു റൗണ്ട് പുതിയ ലീഷൻ അങ്ങനെ വരത്തില്ല. ഏകദേശം നമുക്ക് ഈ വന്ന ലീഷൻ തന്നെ വെൽ സീറ്റഡ് ആയിട്ട് ഈ ഒരു ടൈം പീരീഡ് മൊത്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ വ്യത്യാസം ഉണ്ടെന്നറിയാമോ? ചിക്കൻ ബോക്സ് വരുമ്പോഴത്തേക്കും പുതിയ ലീഷൻസ് ഉണ്ടായി വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്താണ് ഇത്? വസൂരിയാണ് അല്ലെങ്കിൽ എന്താണ് സ്മാൾ പോക്സ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ.
ആണ്ട് നോക്ക് പിന്നെയും പറയുന്നു നോ ആൾട്ടർനേറ്റീവ് ഡയഗ്നോസിസ്, പിന്നെ നിങ്ങൾ ഡയഗ്നോസിന് വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതുപോലെ ആൻഡ് നോ ലബോറട്ടറി കൺഫർമേഷൻ ഈസ് നീഡഡ്, അല്ലെ, ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിക്കേണ്ടെന്നും ആവശ്യമില്ല. ഇവൻ എന്ത് തന്നെ സ്മാൾ പോക്സ് തന്നെ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കേസിന് നമുക്ക് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. ഏതൊരു ഇൻഡിവിജ്വൽ ആവട്ടെ, വയസ്സനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, കുട്ടി ആയിക്കോട്ടെ, അഡോളസെന്റ് ആയിക്കോട്ടെ, അയാളുടെ പനി അല്ലെ പെട്ടെന്ന് അക്യൂട്ട് ഓൺസെറ്റ് ഓഫ് ഫീവർ വന്നു, അദ്ദേഹത്തിന് 38.3 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ 101 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പനി വന്നു. 2 മുതൽ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചോളാം. പ്രോസ്ട്രേഷൻ അല്ലെ, സിവിയർ പ്രോസ്ട്രേഷൻ മുതൽ മലൈസ് ഉണ്ടായിരിക്കും. അതുപോലെ ഹെഡ് ഏക്ക്, ബാക്ക് ഏക്ക് കോമൺ ആണ്. മൂന്നാമത്തെ ദിവസം മാക്കുലോ പാപ്പുലർ റാഷ് അറൈസിങ് ഫ്രം ഫേസ് ആൻഡ് ഹാൻഡ്സ്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ ആകുമ്പോൾ അതെന്താണ്, ഒരു ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ഒരു റാഷായിട്ട് മാറി. അത് വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടല്ലേ, നല്ല കൃത്യമായിട്ടുള്ള അരികുകളൊക്കെ ഉണ്ടായി വന്നു അല്ലേ. അതുപോലെ എന്താണ് ഹാർഡായി മാറി. അതിനുശേഷം പിന്നെ അത് വെസിക്കിളായി അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ പസ്റ്റ്യൂളായി വരും. ഓക്കെ, ഈ സാധനം എങ്ങനെയായിരിക്കും? അംബിലിക്കൽഡ് ആയിരിക്കും. നമ്മൾ കണ്ട നേവൽ പോലെ ഇരിക്കും, നടുക്ക് കുഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കോൺഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ കൂടി ചേർന്നിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഷൻസ് അറ്റ് ദ സെയിം ഏജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി, മറ്റൊരു ലക്ഷണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ ആൾട്ടർനേറ്റീവ് ഡയഗ്നോസിസ് ഓർ നോ ലബോറട്ടറി കൺഫർമേഷൻ ഈസ് നീഡഡ്. ഓക്കെ ആണ് പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് ഈ സാധനം ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള കുറച്ച് എപ്പിഡമിയോളജിക്കൽ റീസൺസ് ഉണ്ട്. അതിന്റെ ബേസിസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. നോക്കൂ, ഒന്ന്, നോ ലോങ് ടേം കാരിയർ സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അല്ലേ. കാരിയർ സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈഫോയിഡ് മേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. ടൈഫോയിഡ് മേരി ഒരുപാട് കാലം ടൈഫോയിഡ് കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ടൈഫോയിഡ് വന്നില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് പേർക്ക് ടൈഫോയിഡ് കൊടുത്തു. അദ്ദേഹം ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നോ ലോങ് ടേം കാരിയർ സ്റ്റേറ്റ് അങ്ങനെ വലിയൊരു കാരിയർ സ്റ്റേറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറാഡിക്കേറ്റ് ചെയ്യാം. കാരിയർ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് ഇറാഡിക്കേഷൻ ഒരു വെല്ലുവിളിയാണ്. ഇൻഫെക്ഷൻ പ്രൊവൈഡ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഒരിക്കലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖം വരില്ല. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ പ്രൊവൈഡ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. പല വൈറൽ അസുഖങ്ങളിലും അങ്ങനെ ഉണ്ട്, എന്നാൽ എല്ലാ വൈറൽ അസുഖങ്ങളും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ പ്രധാനം നമുക്കിപ്പം ചിക്കൻ ബോക്സിലും അങ്ങനെ വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് ചിക്കൻ ബോക്സിലും വരുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ അങ്ങനെ അല്ലാത്ത വൈറൽ ഇൻഫെക്ഷൻസും ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നമുക്ക് ഇറാഡിക്കേഷൻ സഹായിച്ച മറ്റൊരു കാര്യം ഇൻഫെക്ഷൻ പ്രൊവൈഡ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്നുള്ള. ഒരിക്കൽ ഇൻഫെക്ഷൻ വന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ഏരിയാസിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, ആൾറെഡി വരാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവരെ മാത്രം വാക്സിനേറ്റ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ കേസ് ഡിറ്റക്ഷൻ സിമ്പിൾ ഡ്യൂ ടു ക്യാരക്ടറിസ്റ്റിക് റാഷ്. കേസ് ഇതാണെന്ന് കണ്ടെത്താൻ വേറെ ഒന്നും വേണ്ട. അതായത് നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം? PCR ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം അല്ലേ. കോവിഡ് ടെസ്റ്റിംഗ് ചെയ്യണം. കോവിഡ് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കോവിഡ് ആണോ അല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ അവന് കോവിഡാണ് എന്ന് പെട്ടെന്ന് കാണുന്നതിനെ പറയാൻ പറ്റിയാൽ കേസ് ഡിറ്റക്ഷൻ ഈസി ആയില്ലേടാ? ഈസി ആയി. അപ്പോൾ വേറെ എങ്ങും പോകാതെ ഒന്നും ചെയ്യാതെ ആ വീട്ടിനെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റാം നമുക്ക്. അപ്പോൾ കേസ് ഡിറ്റക്ഷൻ എന്തായി? ഈസിയായി എന്നുള്ളതാണ്. അതുപോലെ സബ് ക്ലിനിക്കൽ കേസസ് ഡിസ് നോട്ട് ട്രാൻസ്മിറ്റ് ദ ഡിസീസ്. സബ് ക്ലിനിക്കൽ കേസസ് ഏതാണ്? സബ് ക്ലിനിക്കൽ കേസസ് ഉണ്ടാകാം. ഇൻഫെക്ഷൻ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ രോഗാണുണ്ട്, പക്ഷേ നമുക്ക് രോഗലക്ഷണങ്ങളില്ല. അതിനാണ് സബ് ക്ലിനിക്കൽ കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല? അസുഖത്തിനെ പരത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതും മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുപോലെ ഹൈലി എഫക്റ്റീവ് വാക്സിൻ വാസ് അവൈലബിൾ, നമുക്കറിയാം ഓഫ് കോഴ്സ്. അതുപോലെ ഇന്റർനാഷണൽ കോപ്പറേഷൻ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സഹകരണം ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു. WHO പ്രവർത്തന ഫലമായിട്ട് എല്ലാ രാജ്യങ്ങളും ഇതിനുവേണ്ടി സഹകരിച്ചു. കാരണം എന്താ? കൃത്യമായിട്ടുള്ള സർവെയിലൻസും കണ്ടെയ്ൻമെൻറ്റും എല്ലാം നടപ്പിലാക്കാനും അതുപോലെ വാക്സിനേഷൻ ചെയ്യാനുള്ള എല്ലാ രാജ്യങ്ങളും സഹകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ നോൺ ആനിമൽ റിസർവോയർ, നമ്മുടെ റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന എന്താ പ്രശ്നം? റാബീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലേ. ഒരു സൂണോട്ടിക് ഡിസീസ് എന്താണ്? ആന്ത്രപ്പോ സൂണോട്ടിക് ഡിസീസ് ആണ്. സൂണോസ് പറയുമ്പോഴത്തേക്ക് ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുതരാം. ആന്ത്രപ്പോ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൈമർലി ആനിമൽ റിസർവോയർ ആയിരിക്കും ഈ അസുഖത്തിന്റെ തുടക്കം. അവരുടെ അസുഖമാണ്, പക്ഷെ അത് മനുഷ്യനെയും ബാധിക്കുന്നു. അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ആന്ത്രപ്പോ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് സൂ ആന്ത്രപ്പോണോസും ഉണ്ട്. ഉദാഹരണം നമ്മുടെ TB പശുവിനൊക്കെ വരാം. അത് ബേസിക്കലി നമ്മുടെ അസുഖമാണ്. ഓക്കെ, പശുവിൻ TB നമുക്കും വരാം കേട്ടോ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്?
റാബീസിന്റെ കാര്യം അല്ലേ. റാബീസ് നമ്മൾ ഇറാഡിക്കേഷൻ ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അനിമൽ റിസർവോയേഴ്സ് ഉള്ളതെന്നുള്ളതാണ്. പട്ടിയല്ല കേട്ടോ അതിന്റെ റിസർവോയർ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ഡോഗ് അല്ല റിസർവോയർ. ഡോഗിന് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡോഗും പലപ്പോഴും റിസർവോയർ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാളും വലിയ കുഴപ്പമുള്ള ആൾക്കാരുണ്ട്. ആരെന്നറിയാമോ? ആരാണ്? ജക്കാൾസ്. വൈൽഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഡോഗ്സ്, വൈൽഡ് ഡോഗ്സും ജക്കാൾസ് വരും. അതുപോലെ നമ്മുടെ കുറുക്കൻ തന്നെയാണ് ജക്കാൾ അല്ലേ. കുറുക്കനും ഉണ്ട്, കുറുനരിയുണ്ട്. അങ്ങനെ 2 അനിമൽസ് ഉണ്ട് പ്രധാനമായിട്ട്. നമ്മൾ ഈ 2 സാധനത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഈ കുറുനരിയും കുറുക്കൻ വളരെ ചെറിയൊരു അനിമലാണ്. കുറുനരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയൊരു അനിമലാണ്. അതല്ല ചെന്നായ കേട്ടോ, 3 ഓക്കെ. ചെന്നായ നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ല. എന്തായാലും ഇവരെല്ലാം ഈ പറഞ്ഞ കനൈൻസിന്റെ അസുഖമാണ് ബേസിക്കലി നമ്മുടെ റാബീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അനിമൽ റിസർവോയേഴ്സ് ഉണ്ട്. പിന്നെ വേറെ ഉണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ വവ്വാൽ അല്ലേ, വവ്വാൽ നമ്മുടെ ബാറ്റ്സും എന്താണ് നമ്മുടെ ഇതിന്റെ റിസർവോയറുകളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അനിമൽ റിസർവോയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ. ഇവിടെ എന്തില്ല? അനിമൽ റിസർവോയർ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ എന്താണ് മങ്കി പോക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അനിമലിന്റെ അസുഖമാണ്, നമ്മളെ ബാധിക്കാറുണ്ട് അല്ലേ, കുരങ്ങ് പനി അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാരണമാണ് നമുക്ക് ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നോ ലോങ് ടേം കാരിയർ സ്റ്റേറ്റ്. അതുപോലെ ഇൻഫെക്ഷൻ പ്രൊവൈഡ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി അല്ലെ, ഒരിക്കൽ വന്നാൽ പിന്നെ ഒരിക്കലും അസുഖം അയാൾക്ക് വരാറില്ല. അതുപോലെ കേസ് ഡിറ്റക്ഷൻ വാസ് സിമ്പിൾ ഡ്യൂ ടു ക്യാരക്ടറിസ്റ്റിക് റാഷ് അല്ലെ, നല്ല കൃത്യമായിട്ട് ആ റാഷ് കണ്ടാൽ തന്നെ കേസ് അറിയാൻ പറ്റുന്നുണ്ട്, കേസ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ സബ് ക്ലിനിക്കൽ കേസസ് ഡിഡ് നോട്ട് ട്രാൻസ്മിറ്റ് ദ ഡിസീസ് അല്ലെ, സബ് ക്ലിനിക്കൽ കേസസ് എന്ത് ചെയ്തിട്ടില്ല, അസുഖം പരത്തുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഹൈലി എഫക്റ്റീവ് വാക്സിൻ വാസ് അവൈലബിൾ. അതുപോലെ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അന്താരാഷ്ട്ര സഹകരണം വളരെയധികം സ്ട്രോങ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. അതുപോലെ നോൺ അനിമൽ റിസർവോയേഴ്സ് അല്ലെ, അനിമൽ റിസർവോയേഴ്സ് ഇല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാരണങ്ങളാലാണ് നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ടല്ല, കഷ്ടപ്പെട്ടാലും ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈ പറഞ്ഞ സ്മാൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് കരുതി ബാക്കിയെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും പലയിടത്തും ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾസ് എല്ലാം അടയ്ക്കാൻ നമുക്ക് ഒരു നാൾ പറ്റും കേട്ടോ. അത്തരത്തിൽ മീസിൽസ് എല്ലാം അതിൻ്റെ ഒരു ഘട്ടത്തിൽ വക്കിൽ വന്ന് നിൽക്കുകയാണ്. മീസിൽസ് എല്ലാം എബൌട്ട് ടു ബി ഇറാഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത് മീസിൽസ്. അതുപോലെ നമുക്ക് ഡിഫ്തീരിയ ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ്. അതിലേക്ക് വരണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് 10 പേരുണ്ടെങ്കിൽ 10 പേരെടുത്തും വാക്സിൻ കൃത്യമായിട്ട് എടുക്കാൻ പറയണം. ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ നമുക്ക് ഇതിനെല്ലാത്തിനും ഉണ്ടല്ലേ. അപ്പോൾ ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ ഒരെണ്ണവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ലോങ് ടേമിൽ നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും മാനവരാശിയിൽ നിന്ന് തന്നെ ഈ അസുഖങ്ങളെല്ലാം നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാക്സിനേഷൻ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള MCQസിലേക്ക് പോകാം മക്കളെ. പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വാരിയോള വൈറസ് ബിലോങ്സ് ടു ദ ഫാമിലി. ഏതാണ്? ഓർത്തോപോക്സ് വൈറസ് ഫാമിലിയാണ്, നമുക്കറിയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ, ഹെഡ് ഏക്ക് ഓൺ ദ 3rd day ഓഫ് ഫീവർ, എ ടിപ്പിക്കൽ റാഷ് അപ്പിയേഴ്സ് വിച്ച് ഈസ് മോർ ഡെൻസ് ഇൻ ഫേസ്. ഇത്രയൊന്നും വേണ്ട. ഈ ക്ലാസ് കഴിഞ്ഞ ആളായതുകൊണ്ട് നിങ്ങളിത് വളരെ സിമ്പിളായിട്ട് പറയും. എന്ത് മക്കളെ, എന്താണ് വാരിയോള? വാരിസെല്ല അല്ല, വാരിയോള. ഓപ്ഷൻ നോക്കുമ്പോൾ വാരിസെല്ലയാണോ വാരിയോളയാണോ സംശയം. അപ്പോഴും എവിടെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്താണ്? വാരിയോളയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അതുപോലെ ഹൂ ഇൻവെന്റഡ് ദ വാക്സിൻ ഫോർ സ്മാൾ പോക്സ്? ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ് സ്മാൾ പോക്സ് വാക്സിൻ ഇൻവെന്റ് ചെയ്തത് അല്ലേ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്മാൾ പോക്സ് വാക്സിൻ വാസ് ഡെവലപ്ഡ് ഇൻ ദ ഇയർ 796 അല്ലേ, 796. അതുപോലെ ദ ഫസ്റ്റ് സക്സസ്ഫുൾ വാക്സിൻ ഡെവലപ്ഡ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ട ആദ്യത്തെ സക്സസ്ഫുൾ വാക്സിനാണ് ഏതാടാ? സ്മാൾ പോക്സ് വാക്സിൻ. ഉത്തരം ഡി ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് നോൺ കേസ് ഓഫ് സ്മാൾ പോക്സ് ഇൻ ഇന്ത്യ വാസ് ഇൻ ഏത് വർഷമായിരുന്നു? 975 അല്ലേ. ഈ 975 തന്നെയാണ് ഇന്ത്യയെ സ്മാൾ പോക്സ് ഫ്രീ ആയിട്ടും പ്രഖ്യാപിക്കുന്നത് അല്ലേ. അതുപോലെ ലാസ്റ്റ് നോൺ നാച്ചുറൽ കേസ് ഓഫ് സ്മാൾ പോക്സ് ഇൻ ദ വേൾഡ് സൊമാലിയയിലാണ് അല്ലേ, സൊമാലിയയിലാണ്. അതുപോലെ ദ ലാസ്റ്റ് നോൺ നാച്ചുറൽ കേസ് ഓഫ് സ്മാൾ പോക്സ് വാസ് റിപ്പോർട്ടഡ് ഇൻ ദ ഇയർ ചോദിച്ചാൽ എന്താണ്? 977. 980 ആയപ്പോഴത്തേക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ലോകം എന്തായി? സ്മാൾ പോക്സ് ഫ്രീ ആയി അല്ലേ. ഞാൻ 987 ജനിച്ചുകൊണ്ട് അതൊക്കെ വെച്ചാണ് ഞാൻ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദ വൈറസ് ദാറ്റ് കോസസ് സ്മാൾ പോക്സ് ഏതാണ്? വാരിയോള. മറന്നു പോകരുത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ് ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് സ്മാൾ പോക്സ്? ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും മാമ. അതുപോലെ അപ്പിയറൻസ് ഓഫ് റാഷസ് ഓൺ ട്രങ്കിൽ റാഷസ് തുടക്കത്തിൽ ഉണ്ടാവില്ല മക്കളെ അല്ലെ, വോമിറ്റിംഗ് ഉണ്ടാവാം. അപ്പോൾ ഏതാണ്? സി ആണ് ഉത്തരം. അടുത്ത് നോക്കാം. വെൻ ഡസ് ദ ക്യാരക്ടറിസ്റ്റിക് റാഷ് ഓഫ് സ്മാൾ പോക്സ് ടിപ്പിക്കലി അപ്പിയർ? എപ്പോഴാണ് ഉണ്ടാവുക?
എപ്പോഴാണ് ഉണ്ടാവുക? ഓൺ ദ തേർഡ് ഡേ ഓഫ് ഫീവർ അല്ലേ, 3-ാം ദിവസമാണ് റാഷ് ഉണ്ടാവുക. അതുപോലെ വെൻ വാസ് ദ ലാസ്റ്റ് നോൺ കേസ് ഓഫ് സ്മാൾ പോക്സ് ഇൻ ഇന്ത്യ? 975 അല്ലേ, 975 മെയ് 24-ലാണ് ലാസ്റ്റ് സ്മാൾ പോക്സിന്റെ കേസ് റിപ്പോർട്ടാണ്. 5 ജൂലൈ 75 ആയപ്പോഴത്തേക്കും ഇന്ത്യയെ സ്മാൾ പോക്സ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ സ്മാൾ പോക്സ് ലീഷൻസ് ആർ എങ്ങനെയായിരിക്കണം? ഓഫ് ഡിഫറെന്റ് ഏജസ് അല്ല. സ്മാൾ പോക്സ് ആണെങ്കിൽ സെയിം ഏജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി അല്ലേ. അതുപോലെ ലക്വേറ്റർ ഓൺലി ഓൺ ദ ഫേസ് ആൻഡ് ഫോർ ആംസ് ശരിയാണോ? അല്ല, അവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? അതുപോലെ ആൾവേസ് അംബിലിക്കേറ്റഡ് ആണോ? അല്ല അല്ലേ, ആൾവേസ് അംബിലിക്കേറ്റഡ് ആവണം നിർബന്ധമില്ല. അപ്പോൾ എന്താണ്? ബി ആണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ ഇത് കാണുമ്പോൾ കുറച്ച് സംശയങ്ങൾ തോന്നാം, സംശയങ്ങൾ തോന്നേണ്ട ആവശ്യമില്ല. ഇത് എന്തിൻ്റെയാണ്? ഇത് ചിക്കൻ ബോക്സിൻ്റെ ലീഷനാണ്, ഇത് സ്മാൾ പോക്സിൻ്റെ ലീഷനാണ്, കൃത്യമായിട്ട് നമുക്കറിയാം. അതുപോലെ ഫേസിലും ഫോറാംസിലും തുടങ്ങുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അംബിലിക്കേറ്റഡ് ആവണമെന്ന് ഇല്ല, എല്ലാ പ്രാവശ്യവും എപ്പോഴും അംബിലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഷൻസ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ മേജർ സിംറ്റം ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് സ്മാൾ പോക്സ്? ഏതാണ് ഏർലി സ്റ്റേജിൽ? ഡയറിയ ആണോ, ജോണ്ടീസ് ആണോ, ഹെഡ് ഏക്ക് ആൻഡ് ബാക്ക് ഏക്ക് ആണ് പ്രധാനമായിട്ടും വരുന്നത് അല്ലേ. ഓക്കെ. അതുപോലെ ഇൻ വിച്ച് ഇയർ ഡിഡ് WHO ബിഗിൻ ആൻ ഇന്റൻസിഫൈഡ് ക്യാമ്പയിൻ ടു ഇറാഡിക്കേറ്റ് സ്മാൾ പോക്സ്? 967-ലാണ് അല്ലേ. എന്നാണ് 967-ലാണ്. അതുപോലെ വിച്ച് ഏജ് ഗ്രൂപ്പ് വാസ് പർട്ടിക്കുലർലി അഫക്റ്റഡ് ബൈ കൺവൾഷൻസ് ഡ്യൂറിങ് സ്മാൾ പോക്സ് അല്ലേ. ആർക്കാണ്? കുട്ടികൾക്കാണ് കൺവൾഷൻസ് കണ്ടുവന്നിരുന്നത്, മറന്നു പോകണ്ട, കുട്ടികൾക്കാണ്. അതുപോലെ നോക്കാം, സ്മാൾ പോക്സ് വാസ് കൺഫേംഡ് ആസ് ഇറാഡിക്കേറ്റഡ് ഇൻ എന്നാണ്? മെയ് 1980. ഒരു സംശയം വേണ്ട, മെയ് 1980. വിച്ച് റാഷ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ടിപ്പിക്കൽ ഫോർ സ്മാൾ പോക്സ്? ഏതാണ് മക്കളെ? സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ, മറന്നു പോകരുത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് ലീഷൻസ് ഡസ് സ്മാൾ പോക്സ് പ്രൊഡ്യൂസ്? എങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് എങ്ങനെ ആണോ? അല്ല, ഡീപ് സീറ്റഡ് ഫേം ഓർ ഹാർഡ് അല്ല. ബ്ലിസ്റ്റർ അല്ല, ബ്ലിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പൊള്ളി ഇരിക്കുന്ന പോലെ അല്ലേ, അങ്ങനെ അല്ല. ഇറോഷൻസും അല്ല അല്ലെ, ഇറോഷൻ ഇളകിപ്പോയോ അല്ലേ, ഉരഞ്ഞു പോയതല്ല, അങ്ങനെ അല്ല. അപ്പോൾ എന്താണ്? ഇത് ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ഫേം അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ലീഷനാണ് എന്തിൽ? സ്മാൾ പോക്സിൽ ഉണ്ടാകുന്നത്. അതുപോലെ നോക്കാം, സ്റ്റേറ്റ്മെന്റ് നോക്കാടാ, സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്നെ ഞാൻ മറന്നിരിക്കുന്നുണ്ടോ? എന്താണ് ഞാൻ മാറിക്കാം, ഉത്തരം പറയാം, ഞാൻ പറഞ്ഞുതരാം. നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫാൾസ് അബൌട്ട് സ്മാൾ പോക്സ്? ഏതൊക്കെയാണ്? സ്മാൾ പോക്സ് ഈസ് കോസ്ഡ് ബൈ ദ വാരിസെല്ല സോസ്റ്റർ വൈറസ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് അല്ല, വാരിയോള വൈറസ് ആണ് അല്ലേ. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാ, തെറ്റായ പ്രസ്താവന. അടുത്ത് നോക്കാം, ദ റാഷ് അസോസിയേറ്റഡ് വിത്ത് സ്മാൾ പോക്സ് ടിപ്പിക്കലി അപ്പിയേഴ്സ് ഓൺ ദ തേർഡ് ഡേ ഓഫ് ഫീവർ. ശരിയായ പ്രസ്താവന. ഓക്കെ. സ്മാൾ പോക്സ് ലീഷൻസ് ആർ ഓഫ് ദ സെയിം ഏജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. ശരിയായ പ്രസ്താവന കിട്ടി. അപ്പൊ എന്താണ്? ഫാൾസ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സി ആണ് ഉത്തരം അല്ലേ, സി ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രം ബിലോ. ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. ദ ലാസ്റ്റ് നോൺ കേസ് ഓഫ് സ്മാൾ പോക്സ് ഇൻ ഇന്ത്യ വാസ് ഓക്കേർഡ് ഓൺ 24th May 1975. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അതുപോലെ ദ വേൾഡ് ഹെൽത്ത് അസംബ്ലി കൺഫേംഡ് ദ ഗ്ലോബൽ ഇറാഡിക്കേഷൻ ഓഫ് സ്മാൾ പോക്സ് ഇൻ May 1980. ഇതും ശരിയായ പ്രസ്താവന. അതുപോലെ ഇൻ സ്മാൾ പോക്സ് ദ മാക്കുലോ പാപ്പുലർ റാഷ് സ്റ്റാർട്ട്സ് ഓൺ ദ ട്രങ്ക് ആൻഡ് സ്പ്രെഡ് ദ ഫേസ് ആൻഡ് ഫോർ ആംസ്. തെറ്റായ പ്രസ്താവന, നേരെ തിരിച്ചാണല്ലേ. അപ്പൊ ഏതാ ശരി? 1ഉം 2ഉമാണ്. ഏതാ ഉത്തരം? എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ അല്ലടാ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? നോക്കാം, സിവിയർ പ്രോസ്റ്റേഷൻ, ഹെഡ് ഏക്ക് ആൻഡ് ബാക്ക് ഏക്ക് ടിപ്പിക്കലി ഓക്കർ ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സ്മാൾ പോക്സ് റാഷ്. തെറ്റായ പ്രസ്താവന. ഇതെല്ലാം റാഷ് വരുന്നതിന് മുന്നേ വരുന്ന കാര്യമാണ്. അതുപോലെ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് സ്മാൾ പോക്സ് ഫ്രീ ഓൺ ദ 5th July 1975. ശരിയായ പ്രസ്താവന. അപ്പോൾ ഏതാ ശരിയായ പ്രസ്താവന? കറക്റ്റ് അല്ലേ ചോദിച്ചത്? സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ, സി. ഓക്കെ അല്ലടാ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വരിക. അതുപോലെ നോക്കാം, വിച്ച് സിംറ്റം ഓഫ് സ്മാൾ പോക്സ് ഇൻഫെക്ഷൻ ഷോസ് ഓഫ് ഫസ്റ്റ്? നോക്കാം, റാഷ്, ഹൈ ഫീവർ, ഹെഡ് ഏക്ക് ആൻഡ് ബോഡി ഏക്സ്. ബി ആൻഡ് സി ഉണ്ട്. അപ്പോൾ എന്താണ്? ബി ആൻഡ് സി. ഹൈ ഫീവറും ഹെഡ് ഏക്ക് ആൻഡ് ബോഡി പെയിനും നമുക്ക് എന്തുണ്ടാവും? തുടക്കത്തിൽ ഉണ്ടാവും അല്ലേ, ഉണ്ടാകും മാമ. അതുപോലെ ഇൻ ദ പാസ്റ്റ് സ്മാൾ പോക്സ് വാസ് ഓഫൻ കൺഫ്യൂസ്ഡ് വിത്ത് വിച്ച് അതർ ഇൽനസ്? ഏതാടാ? ചിക്കൻ ബോക്സുമായിട്ട് ബന്ധപ്പെടുത്തി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ. അതുപോലെ ഹൗ ഈസ് സ്മാൾ പോക്സ് ട്രീറ്റഡ്? എങ്ങനെയാ സ്മാൾ പോക്സ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? there is no effective treatment was there. ഓക്കെ. അസുഖമൊക്കെ മാറാൻ വേണ്ടി, ക്ഷീണം മാറാൻ വേണ്ടി വെള്ളമൊക്കെ കൊടുക്കുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ സ്മാൾ പോക്സ് ഇറാഡിക്കേഷൻ വാസ് സക്സസ്ഫുൾ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കാരണമാണ് എന്തിനു സഹായിക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ സ്മാൾ പോക്സിനെ ഇറാഡിക്കേഷൻ സഹായിക്കുന്നതിൻ്റെ കാരണമല്ലാത്തത് എന്ന് ചോദിക്കുന്നതാണ്. സബ് ക്ലിനിക്കൽ കേസസ് ഡിഡിൻറ്റ് ട്രാൻസ്മിറ്റ് ദ ഡിസീസ്. നമ്പർ 1 അത് അതിൻ്റെ റീസൺ ആണ്, അത് കാരണമാണ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. 2
എ ഹൈലി എഫക്റ്റീവ് വാക്സിൻ വാസ് അവൈലബിൾ, അതും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ ഇതൊന്നാണ്. അതുപോലെ ഇൻഫെക്ഷൻ പ്രൊവൈഡ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി, അതും മറ്റൊരു കാരണമാണ്. നോക്കാം, ക്രോസ് റെസിസ്റ്റൻസ് എക്സിസ്റ്റ് വിത്ത് ആനിമൽ പോക്സ്, അങ്ങനെ ഒന്നില്ല അല്ലേ, അങ്ങനെ ഒന്നില്ല. ഇത് നമുക്ക് എന്തിന് കാരണമല്ല, ഈ സാധനം ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ചൊരു കാരണമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ശരി ഉത്തരം. ഏതാണ് മക്കളെ? ഡി ആണ്. അതുപോലെ ട്രൂ അബൌട്ട് സ്മാൾ പോക്സ് നോക്കാം, സെൽഡം അഫക്റ്റഡ് വിത്ത് റാഷസ്, അല്ല, സ്മാൾ പോക്സിൽ എപ്പോഴും റാഷസ് ഉണ്ട്. റാഷ് മോസ്റ്റ്ലി ഓൺ ഫ്ലെക്സർ സർഫസ്, ഫ്ലെക്സർ സർഫസ് അല്ല, ഫ്ലെക്സർ ഏതിലാണ്ട, അത് ചിക്കൻ ബോക്സിലാണ് ഫ്ലെക്സർ സർഫസിൽ റാഷ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ ആക്സിൽ ആർ അഫക്റ്റഡ് വിത്ത് റാഷസ്, അല്ല, ആക്സിലയിൽ അങ്ങനെ റാഷസ് വരാറില്ല. അപ്പോൾ ഏതാ? സി ആണ് മക്കളെ ഉത്തരം. ഏതാണ്ടാ? സി ആണ് ഉത്തരം അല്ലേ, സി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂപ്പർഫിഷ്യൽ സെൻട്രിപിറ്റൽ യൂണിലോക്കുലാർ ഡ്യൂ ഡ്രോപ്പ് ലൈക്ക് അപ്പിയറൻസ്, അതുപോലെ പ്ലിയോമോർഫിക് റാഷ് ആർ ദോസ് ക്യാരക്ടറിസ് ഓഫ് എന്താണ്? ഇതെല്ലാം സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സെൻട്രിപെറ്റൽ റീഷൻ എന്താണ്? ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണമാണ് അല്ലേ, ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണമാണ്. ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിക്കൻ ബോക്സിൻ്റെ ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു കമ്പാരിസൺ കൂടെ വെച്ച് തരാം. അപ്പോൾ ആ കമ്പാരിസണിൽ വളരെ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ അവരല്ലേ? അപ്പോൾ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവുക അത്ര മതി. നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. മറന്നു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ആ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ജോലി നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ നേരുകയാണ്. താങ്ക് യു.